നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന 52 ശീലങ്ങൾ. എല്ലാ ആഴ്ചയും ഏറ്റവും പുതിയ ടിപ്സ് ഹാപ്പിയസ്റ്റ് ഹെൽത്തിലൂടെ. ഈ ലളിതമായ കാര്യങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കൂ. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിലുണ്ടാകുന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം. ഹാബിറ്റ് നമ്പർ 23. മൂക്കടപ്പില്ലാതെ സുഖമായി ഉറങ്ങാൻ സൈനസ് പ്രശ്നങ്ങൾ മാറ്റാം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂക്കടപ്പൊന്നുമില്ലാതിരുന്നിട്ട് പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടുത്ത ചുമ, മൂക്കടപ്പ് അല്ലെങ്കിൽ തലയ്ക്ക് ഭാരം എന്നിവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നൈറ്റ് ടൈം സൈനസ് ഡിസ്ചാർജ് ആകാം. ഇതിനെ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്നും വിളിക്കും. നിങ്ങൾ മലർന്നു കിടക്കുമ്പോൾ സൈനസുകളിൽ നിന്നുള്ള കഫം സാവധാനം തൊണ്ടയിലേക്ക് ഇറങ്ങുന്നത് ഇത് കൂടുതൽ വഷളാക്കും. ഈ കാരണം കൊണ്ടാണ് ഉറക്കം തടസ്സപ്പെടുന്നതെന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. രാത്രിയിൽ സൈനസ് ഡിസ്ചാർജ് ഉണ്ടാകുന്നതിന്റെ കാരണം: കിടക്കുമ്പോൾ ഗുരുത്വാകർഷണം മൂലം കഫം തൊണ്ടയിലേക്കെത്തും. കൂടാതെ രാത്രിയിൽ ശരീരം കൂടുതൽ ഹിസ്റ്റമിൻ പുറത്തുവിടുന്നതിനാൽ ഇത് മൂക്കിനെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുകയും കഫം കൂട്ടുകയും ചെയ്യും. നിങ്ങളുടെ തലയിണയിൽ പൊടിപടലങ്ങളോ അലർജിക്ക് കാരണമാകുന്ന മറ്റു വസ്തുക്കളോ ഉണ്ടെങ്കിൽ കഫത്തിന്റെ അളവ് വീണ്ടും കൂടും. മൂക്കിലെ അണുബാധ അല്ലെങ്കിൽ മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നത് എന്നിവയും കഫം കൂട്ടുകയും അവസ്ഥ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ഇതാകട്ടെ ചർമ്മത്തിൽ അസ്വസ്ഥത, ചുമ, തൊണ്ടയിൽ ചൊറിച്ചിൽ, ഉറക്കം തടസ്സപ്പെടൽ എന്നിവയിലേക്ക് നയിക്കും. ഈ കാര്യങ്ങൾ എങ്ങനെ ഉറക്കത്തെ ബാധിക്കുന്നു? ശ്വാസനാളത്തിലെ ചെറിയ തടസ്സം പോലും കൂർക്കം വലി കൂട്ടാനും ചുമയുണ്ടാക്കാനും കാരണമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് സ്ലീപ്പ് അപ്നിയ പോലുള്ള അവസ്ഥകൾ വഷളാക്കാം. പ്രത്യേകിച്ച് നേരെ മലർന്നു കിടക്കുമ്പോൾ നാക്ക് പുറകോട്ട് മറയുന്നതും കാരണമാകാം. സൈനസ് വൃത്തിയാക്കുന്നത് വെറും ഒരു ആശ്വാസത്തിന് വേണ്ടിയല്ല, മറിച്ച് തടസ്സമില്ലാതെ ഗാഢനിദ്ര ഉറപ്പാക്കാനാണ്. കഫം കുറയ്ക്കുന്നതിനുള്ള രാത്രികാല ശീലങ്ങൾ. ചില ലളിതമായ മാറ്റങ്ങളിലൂടെ ഇത് തുടങ്ങാം. അലർജികൾ അകറ്റി നിർത്താൻ ബെഡ്ഷീറ്റുകളും തലയിണ കവറും ചൂടുവെള്ളത്തിൽ കഴുകുക. അലർജി പ്രതിരോധിക്കുന്ന തരം കവറുകൾ ഉപയോഗിക്കുക. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വൃത്തിയാക്കൽ ഒഴിവാക്കുക. ഇത് പൊടി ഉയരാൻ കാരണമായേക്കാം. ജനലുകൾ അടയ്ക്കുക. വായുവിൽ പൂമ്പൊടി കൂടുതലുള്ള സമയത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമെങ്കിൽ എയർ പ്യൂരിഫയറോ ഹ്യൂമിഡിഫയറോ ഉപയോഗിക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് 5-10 മിനിറ്റ് ആവി പിടിക്കുക. തടസ്സങ്ങൾ മാറ്റാൻ ലളിതമായ സലൈൻ റിൻസ് അല്ലെങ്കിൽ നേസൽ വാഷ് ഉപയോഗിക്കാം. അത്താഴത്തിനും ഉറക്കത്തിനുമിടയിൽ 2 മണിക്കൂർ ഇടവേള നൽകുക. രാത്രി വൈകി തണുത്തതോ എണ്ണമയമുള്ളതോ ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. കഫം തൊണ്ടയിൽ കെട്ടിക്കിടക്കുന്നത് തടയാൻ തല അല്പം ഉയർത്തിവെച്ച് ഉറങ്ങുക. വ്യത്യസ്ത പ്രായക്കാർക്കുള്ള ടിപ്സ്. കുട്ടികൾക്ക് ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നതും മൂക്ക് വൃത്തിയാക്കുന്നതും തലയിണ അല്പം ഉയർത്തിവെക്കുന്നതും അത്ഭുതകരമായ മാറ്റമുണ്ടാക്കും. മുതിർന്നവർക്ക് സ്ട്രോങ് റിൻസിനേക്കാൾ ഗാഢത കുറഞ്ഞ സലൈൻ സ്പ്രേകൾ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം. എപ്പോൾ ഡോക്ടറെ കാണണം? നിങ്ങളുടെ ലക്ഷണങ്ങൾ 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത തുമ്മൽ, മൂക്കടപ്പ്, ചുമ, ശ്വസിക്കാൻ പ്രയാസം എന്നിവ ഉണ്ടെങ്കിലോ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെയോ ഇമ്മ്യൂണോളജിസ്റ്റിനെയോ കാണുക. പ്രമേഹമുള്ളവർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, ഗർഭിണികൾ കൂടുതൽ ജാഗ്രത പാലിക്കണം.